ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് വന്നിരിക്കുന്നത് 1.5 kg വെയിറ്റ് വരുന്ന ഒരു ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ടോൾ കേക്കായിട്ടാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് 5 ഇഞ്ച് ടിന്നിൽ നമുക്കൊന്ന് ഹൈറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സൈഡിലും ബട്ടർ പേപ്പർ ഒന്ന് ആ ഒരു ടിന്നിൻ്റെ അളവിനേക്കാളും കൂടുതലൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ബട്ടറോ എണ്ണയോ ഒന്ന് തടവി കൊടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ആ സൈഡിലൊരു ചെറിയൊരു പീസും കൂടി ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു പീസ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഞാൻ അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, കണ്ടില്ല. അപ്പോൾ നല്ല ഹൈറ്റിൽ കേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 3/4 കിലോ ആക്കിയിട്ടാണ് ഞാനിത് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ 3/4 കിലോ കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. 3/4 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക, 1/2 കപ്പും പിന്നെ ഒരു 1/4 കപ്പും. അതിൽ നിന്ന് നമ്മൾ 1.5 ടേബിൾ സ്പൂണോളം മൈദ മാറ്റി കൊടുക്കുക. മൈദയാണ് 3/4 കപ്പ് ഇട്ട് കൊടുത്തത് കേട്ടോ. അതിൽ നിന്ന് 1.5 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് അരിച്ചെടുക്കാം. ക്രംസ് ഒന്നും ഇല്ലാതെ നല്ലോണം അരിച്ച് നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. അല്ലെങ്കിൽ 3 തവണ വേണമെങ്കിൽ അരിച്ചെടുക്കാം. അപ്പോൾ 3/4 kg കേക്കാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനൊരു 3 എഗ്ഗ് അല്ലെങ്കിൽ 2 എഗ്ഗ്, ചെറിയ എഗ്ഗ് ആയതുകൊണ്ട് ഞാൻ 3 എഗ്ഗ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് 3/4 കപ്പ് പഞ്ചസാരയും കൂടി എടുത്ത് വെക്കുക. എന്നിട്ട് ആദ്യം ഉപ്പിട്ടിട്ട് വെനില എസൻസും ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് പതച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ലോണം ബീറ്റ് ചെയ്ത് വിപ്പായിട്ട് അതായത് നമുക്ക് നല്ല പീക്കായിട്ട് കിട്ടും, നല്ല ക്രീമി സ്ട്രക്ചറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, കണ്ടില്ലേ. ഇപ്പോൾ ഒന്ന് നല്ലോണം ഒന്ന് ആ ഒരു പതയൊക്കെ വന്ന് നല്ലോണം ഒന്ന് ആയിക്കഴിഞ്ഞാൽ ആ ഒരു ഫ്ലോയിൽ തന്നെ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് കുറച്ചായിട്ട് ഇട്ടിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ വേഗം തന്നെ നല്ല പീക്കായിട്ട് കിട്ടും, കണ്ടില്ലേ. ഇപ്പോൾ നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മളൊരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ ഇവിടെ സൺറിച്ചിൻ്റെ സൺഫ്ലവർ ഓയിലാട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് 3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അതായത് ലോ സ്പീഡിലിട്ടിട്ട് വേണം മിക്സ് ചെയ്യുക, അല്ലാതെ നമ്മൾ വളരെ സ്പീഡിലിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഫസ്റ്റ് ബാച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ടോട്ടൽ 3 ടേബിൾ സ്പൂൺ മിൽക്കാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരു 1.5 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക നമുക്ക് ഫസ്റ്റ് ബാച്ചിലേക്ക്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സെക്കൻഡ് ബാച്ച് ഇടുക. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ മിൽക്കും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. എത്രയാണ് നമ്മൾ ഓയിൽ എടുക്കുന്ന ആ അളവിലാണ് നമ്മൾ മിൽക്ക് എടുക്കേണ്ടത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ മിൽക്ക് എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഒരു ബാറ്റർ ഒന്ന് നല്ലോണം ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ ഒരു ടിന്നിലേക്ക് കണ്ടില്ല, ടിന്നിൽ ആ ഒരു ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു ബാറ്റർ ഉണ്ട്, അതായത് ഫുള്ളായിട്ടല്ല, ഒരു കുറച്ച് ബാക്കിയുള്ളൂ. അപ്പോൾ എന്നാലും നല്ലോണം പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബട്ടർ പേപ്പർ വെച്ചിടും. നമ്മൾ ഈ ഒരു സ്റ്റിക്ക് എടുത്ത് അത് ബേക്ക് ചെയ്യാൻ ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു 40 മിനിറ്റ്സ് കൊണ്ട് എനിക്കത് ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 100 ഗ്രാം ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് നമ്മളൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നമ്മൾ അതായത് 1/2 കപ്പ് ആയതുകൊണ്ട് രണ്ട് പ്രാവശ്യം ഒഴിച്ചു കൊടുത്തത്. 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക, കണ്ടില്ല. എന്നിട്ട് നല്ലോണം ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക. 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഞാനിവിടെ വാനില എസൻസും പഞ്ചസാര പൊടിച്ചതും എടുത്തിട്ട് ചേർത്തിട്ട് നല്ല ലൂസി കൺസിസ്റ്റൻസിയിൽ ക്രീം എടുക്കാൻ നോക്കുക. എങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ബീറ്റ് ചെയ്ത് നല്ലോണം പെട്ടെന്ന് തന്നെ വിപ്പായിട്ട് കിട്ടും, കണ്ടില്ല. അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നല്ല ലൂസി വരണം, പക്ഷേ നല്ല തണുപ്പും ഉണ്ടായിരിക്കണം കേട്ടോ. ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് വെച്ചാൽ മതി നമ്മളിത് ബീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയം കേട്ടോ. അതിൻ്റെ മുന്നേ ഒരു 2-3 മണിക്കൂർ മുന്നേ എടുത്ത് ഫ്രിഡ്ജിൻ്റെ താഴെ വെക്കുക ഫ്രീസറിന്. അപ്പോൾ നല്ല ലൂസി ആയിട്ട് കിട്ടും. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേക്ക് കണ്ടോ ബേക്ക് ചെയ്തത്. ഞാനൊരു 3 വളരെ തിന്നല്ലാതെ 3 ലെയറാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 2 കേക്കും ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ നമുക്ക് 6 ലെയർ കേക്കാണ് കിട്ടിയത്. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് നല്ല രീതിക്ക് ഒരു 1/2 കപ്പോളം പകുതിയോളം ഞാൻ ഈ ഒരു ക്രീമിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ട്രഫിൾ കേക്കിന് നല്ല ചോക്ലേറ്റ് ടേസ്റ്റി ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ് നല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഗനാഷ് മാത്രം വെച്ച് ഇത് ഫ്രോസ്റ്റ് ചെയ്തെടുക്കുക. യഥാർത്ഥത്തിൽ നമ്മൾ ട്രഫിൾ കേക്ക് അങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിക്കാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നല്ലോണം ഒന്ന് പഞ്ചസാര സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യുക. സാധാ പഞ്ചസാര സിറപ്പാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് ആഡ് ചെയ്യുക കേട്ടോ. പകുതി മിൽക്കും പകുതി പഞ്ചസാര സിറപ്പും വെച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ആ ക്രീമിൽ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ചോക്ലേറ്റ് ഗനാഷും കൂടെ നല്ല രീതിക്ക് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
എന്നിട്ടാണ് അടുത്ത ലെയർ കേക്ക് വെക്കുന്നത്. ഇത് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ നല്ല രീതിയിൽ ഇതിലേക്ക് വേണം കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ചോക്ലേറ്റ് ഗനാഷ് ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു പകുതി അതായത് ലെയറിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പകുതി ക്രീമിൽ മാത്രമാണ് ചോക്ലേറ്റ് ഗനാഷ് ഞാൻ മിക്സ് ചെയ്തിരിക്കുന്നത്. 1/2 കപ്പ് ചോക്ലേറ്റ് ഗനാഷിന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ, 1/4 കപ്പ് വിപ്പിംഗ് ക്രീമിന്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ചോക്ലേറ്റ് ഫ്ലേവർ ഇതിന് വേണം, അതാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇതുപോലെ തന്നെ ക്രീം വെച്ച് കൊടുക്കുക, ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇതിൽ ചോക്ലേറ്റ് ഫ്ലേവർ നല്ല രീതിക്ക്, ഡാർക്ക് ചോക്ലേറ്റ് ഫ്ലേവർ നല്ല രീതിയിൽ ഉണ്ടാവണം, അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ടോൾ കേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ലെവൽ ചെയ്ത് കൊണ്ടുപോവുക, ഒരേ ലെവലിൽ വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിച്ച് വെച്ചാലുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രോസ്റ്റ് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് നല്ല രീതിക്ക് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ടാണ് ഞാൻ നല്ല രീതിയിൽ തന്നെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ കേക്ക് വെക്കുക, വെറ്റ് ചെയ്യുക, അങ്ങനെ തന്നെ ഞാനിതിൽ കാണിക്കുന്ന പോലെ തന്നെ ഫോളോ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് കണ്ടില്ലേ, നല്ല ഹൈറ്റ് വരുമ്പോൾ എന്താ പറയുക, കേക്ക് ഇളകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റിക്ക് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം കേട്ടോ. അതായത് വുഡിൻ്റെ സ്റ്റിക്കോ അല്ലെങ്കിൽ ടൂത്ത് പിക്സ് ഒക്കെ ഇല്ല വലുത് ഹൈറ്റുള്ള, അങ്ങനത്തെ എന്തെങ്കിലും 3-4 ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. ഇതിലത് റെക്കോർഡായിട്ടില്ല, സോറി. അപ്പോൾ അതും കൂടെ 3-4 ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് തെന്നിപ്പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ കേക്ക് പെട്ടെന്ന് ട്രാവൽ ചെയ്യുമ്പോഴാണ് പ്രശ്നം. വീട്ടിൽ തന്നെ ആവശ്യത്തിനാണെങ്കിൽ കുഴപ്പമില്ല, എന്നാലും ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടിരിക്കുമ്പം ചില സമയം അത് ഇളകി ഇങ്ങനെ ചെരിഞ്ഞു പോകാനൊക്കെ, തണുപ്പ് ഇങ്ങനെ കൂടി വരുമ്പോൾ ഇളകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സ്റ്റിക്ക് എന്തായാലും ഇറക്കി വെക്കുക. സ്ട്രോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സ്ട്രോ അല്ലെങ്കിൽ വുഡിൻ്റെ സ്ട്രോ ഒക്കെ വാങ്ങാൻ കിട്ടും നമുക്ക് ബേക്കിംഗ് ഷോപ്പിൽ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നല്ല ഹൈറ്റുള്ള കേക്കാണ്, നല്ല ട്രെൻഡി കേക്കാണ്. പക്ഷേ ഓവർ ഹൈറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുമാണ് ഇത് കെയർ ചെയ്യാൻ, ഇളകി പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ വെറ്റ് ചെയ്യുന്നത് കുറച്ചൊന്ന് ശ്രദ്ധിക്കുകയും ചെയ്യണം. ഇങ്ങനത്തെ ടോൾ കേക്കിൽ വെറ്റ് ചെയ്യൽ കുറച്ച് കുറക്കുക, അല്ലെങ്കിൽ നമുക്ക് അത് ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോഫ്റ്റ് കേക്കായി കഴിഞ്ഞാൽ ഓവറായിട്ട് ഇതാവും. അപ്പോൾ കേക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്ന് ഇത് ഫ്രീസറിൽ വെക്കുക. ഒരു 10-15 മിനിറ്റ് നല്ലോണം ഫ്രീസറിൽ വെച്ചിട്ടാണ് ഞാൻ ഫൈനൽ കോട്ട് ചെയ്യുന്നത്. ഫൈനൽ കോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റിൽ തന്നെ നല്ല രീതിക്ക് ക്രീം ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ ക്രീം ഇട്ടിട്ട് വടിച്ചെടുത്താൽ മതി. ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. അപ്പോൾ ഇത് നല്ല 5 ഇഞ്ചിൽ ചെയ്ത കേക്കാണ് കേട്ടോ, നല്ല ടോളാണ്. അല്ലെങ്കിൽ ഞാൻ 7 ഇഞ്ചിലാണ് ചെയ്യാറ്. ഇതിപ്പോൾ 1.5 kg വെയിറ്റ് അല്ലേ ഉള്ളൂ. 2 kg ഒക്കെ ആണെങ്കിൽ നമുക്ക് 7 ഇഞ്ച് ചെയ്താൽ നല്ല ലുക്കിൽ വരും. 7 ഇഞ്ചിൽ ഈ ഒരു 1.5 kg ചെയ്താൽ അത്ര ലുക്ക് വരില്ല കേട്ടോ. അപ്പോൾ ഓവർ ഹൈറ്റ് കിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ 5 ഇഞ്ച് ചെയ്തത്. അവർക്ക് നല്ല ടോൾ കേക്ക് തന്നെയായിരുന്നു വേണ്ടത്. അപ്പോൾ ബ്ലാക്ക് കളർ തീമാണ്, അപ്പോൾ അതിനുകൊണ്ട് ചോക്ലേറ്റ് ഗനാഷ് തന്നെ വെച്ചിട്ട് നമ്മൾ ഇത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ കുറച്ച് നല്ലോണം ക്രീം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വടിച്ചെടുക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. എല്ലാ ഭാഗത്തും ക്രീം എത്തിയെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. എന്നിട്ട് ഒരു ഭാഗവും മിസ് ചെയ്യാതെ നല്ല രീതിക്ക് തന്നെ ഇട്ട് കൊടുക്കുക. കാരണം ടോൾ ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കൂല എല്ലാ ഭാഗത്തും എത്തിയോന്ന്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് നല്ലോണം ഒന്ന് വടിച്ചെടുക്കുക. കണ്ടില്ല, അപ്പോൾ ഒന്ന് ഏകദേശം ലെവൽ ചെയ്തിട്ട് എവിടെയെങ്കിലും ക്രീം കുറവുണ്ട് അവിടെയൊക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുക ആദ്യം. എന്നിട്ട് ഒന്ന് ലെവൽ ചെയ്യുക ആ ഭാഗങ്ങൾ കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് നല്ല നീളമുള്ള പാലറ്റ് നൈഫ് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പം നമുക്ക് നല്ലോണം ഒന്ന് വടിച്ചെടുക്കാൻ കണ്ടില്ല, ഇങ്ങനെ വടിച്ചെടുക്കണം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലോണം അതുപോലെ തന്നെ മേലെ ഭാഗവും ടോപ്പും നല്ലോണം അങ്ങനെ വടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കണ്ട, ഇങ്ങനെ ഒന്ന് വലിച്ചാൽ മതി. എന്നിട്ട് തിരിച്ചു കൊടുക്കുക. ഓക്കെ, പാലറ്റ് നൈഫ് ക്ലീൻ ചെയ്യുക. ഒരു ഭാഗം ഉപയോഗിച്ചതിന് ശേഷം മറ്റേ ഭാഗം ഉപയോഗിച്ചതിന് ശേഷം മാത്രം നമ്മൾ ക്ലീൻ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് ഫ്രോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പേപ്പർ ടാൻഡബിൾ ഒഴിച്ചിട്ട് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് ലൂസി ആക്കിയിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ട് എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ടോൾ കേക്കിന് എല്ലാ ഭാഗത്തും എത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ഇല്ലാത്ത ഭാഗത്തൊക്കെ ഇങ്ങനെ നിങ്ങളുടെ ഒരു ഇതിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇതാക്കുക. പിന്നെ ആ കേക്ക് ബോർഡിൽ നിന്ന് എടുത്തിട്ട് മേലോട്ടേക്ക് ആക്കി കൊടുത്താലും മതി, കുറച്ച് എത്താത്ത ഭാഗത്തൊക്കെ കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി, അല്ലെങ്കിൽ പാലറ്റ് നൈഫിൽ ചോക്ലേറ്റ് ഗനാഷ് കുറച്ചിങ്ങനെ നമ്മുടെ ഏത് പാത്രത്തിലുള്ള അതിൽ നിന്ന് മുക്കിയെടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഇതാകണ്ട, ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ അങ്ങ് സ്പ്രെഡ് ആയിക്കോളും. കുറച്ച് സമയം എടുത്ത് ചെയ്യണം, ഞാനൊന്ന് സ്പീഡ് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടില്ല, ഇല്ലാത്ത ഭാഗത്തൊക്കെ നമുക്കൊന്നിങ്ങനെ ചെയ്ത് കൊടുക്കാം. പാലറ്റ് നൈഫ് കൊണ്ട് കുറച്ച് അധികം പോയിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടി ഗനാഷ് ആ ഒരു ഗ്ലാസ്സിൽ നിന്ന് എടുത്തിട്ട് ഞാനിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചെയ്ത് നല്ലോണം കേക്ക് ബോർഡൊക്കെ ഇതാക്കി ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഡെക്കറേറ്റ് ചെയ്യുന്നത് ഇതൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ് അവരുടെ ടീച്ചറുടെ വെഡ്ഡിങ്ങിന് കൊടുക്കുന്നത്. അപ്പോൾ 1010 അവരെ എന്തോ ഒരു കോഡാണ്, എന്തോ പോർഷൻ അങ്ങാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതാണ് 101. ഞാൻ ഗ്ലിറ്റർ പേപ്പറിൽ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമ്മുടെ എഡിബിൾ ആയിട്ടുള്ള ഫോണ്ടൻ്റ് ഉണ്ടല്ലോ അത് ഒട്ടിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ കേക്കിലേക്ക്
ഒട്ടിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കേക്കിൽ ഈ ഗ്ലിറ്റർ പേപ്പറിൻ്റെ ഒരു ഒന്നും തട്ടേയില്ല, നല്ല നീറ്റിൽ തന്നെ നമുക്ക് കഴിക്കാനും പറ്റും. കണ്ടില്ല, ഇങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കണ്ടില്ല, എല്ലാത്തിൻ്റെ അടിയിലും നമ്മൾ ഫോണ്ടൻ്റ് നല്ലോണം കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നമ്മുടെ കേക്കിൽ നല്ലോണം ഒട്ടി നിൽക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഗ്ലിറ്റർ പേപ്പർ നല്ല ഗ്ലിറ്ററി അല്ല, ഗ്ലിറ്റർ എഫക്റ്റ് മാത്രമേ ഉള്ളൂ, അതിൽ പൊടികളൊന്നുമില്ല കേട്ടോ. അങ്ങനത്തെ സാധനങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലാതെ നമ്മുടെ കേക്കിലൊന്നും ഈ ഒരു ഗ്ലിറ്റർ ആയിക്കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഇത് വെറും ഒരു ഗ്ലിറ്റർ പേപ്പറാണ് കേട്ടോ. അതിൽ ഫോണ്ടൻ്റ് നല്ലോണം പരത്തി എടുത്ത് കട്ട് ചെയ്ത് ഇതേ അളവിൽ ഒട്ടിച്ച് വെച്ചതാണ് കേട്ടോ. ഇത് അവരുടെ ഒരു എന്താ പറയുക, കമ്പ്യൂട്ടർ എൻജിനീയറിങ്ങിൽ ആ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒരു സൈനാണ്. അതും ഇങ്ങനെ അവർ എഴുതി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതും ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കട്ട് ചെയ്യുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ ഇനി എപ്പോഴെങ്കിലും വേണമെങ്കിൽ ഞാനിത് എങ്ങനെ ചെയ്തതെന്നുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഇങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് എടുക്കാം. പെട്ടെന്നുള്ള ഓർഡർ ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെയ്തായിരുന്നു. അപ്പോൾ ഇത്രയാണ് അപ്പോൾ ഇതും കൂടെ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനിതിൽ വെക്കുന്നത് ഗോൾഡൻ ഫ്ലവറും പിന്നെന്താ ഒരു ഹാപ്പി മാരീഡ് ലൈഫിൻ്റെ ഒരു സ്റ്റിക്കുമാണ് കേട്ടോ. പിന്നെ കുറച്ച് ഷുഗർ ബോൾസ് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഗോൾഡൻ ഫ്ലവർ നല്ലൊരു ടൂത്ത് പിക്കിൽ, നല്ല നീളമുള്ള ടൂത്ത് പിക്കിൽ തന്നെ ഇറക്കിയിട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എങ്കിൽ ആ ഒരു ഫ്ലവറിൻ്റെ ഒന്നും നമ്മുടെ കേക്കിൽ തട്ടേയില്ല, നല്ല രീതിയിൽ തന്നെ ഒന്നും കൂടെ കേക്ക് ഒന്ന് സ്റ്റാൻഡ് ചെയ്ത് നിൽക്കാനും നല്ല ഹാപ്പി മാരീഡ് ലൈഫും കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഷുഗർ ബോൾസ്, നല്ലോണം ഗോൾഡൻ ഷുഗർ ബോൾസ് സ്പ്രെഡ് ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ നല്ല ഒരു ഫീഡ്ബാക്കുള്ള കേക്കായിരുന്നു. അപ്പോൾ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുവരെ എല്ലാവർക്കും ബായ്.